സോ എല്ലാവർക്കും ഡിബ്രോസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. സോ മച്ചാ മതി നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണ കണ്ണപ്പ എന്നൊരു മൂവിൻ്റെ ട്രെയിലറാണ്. സോ ഈ ഒരു സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ലാലേട്ടനൊക്കെ ഒരു സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. അതുമാത്രം ഇതൊരു ഹിന്ദി മൂവിയാണ്, അതിൽ നമ്മളെ ലാലേട്ടനൊക്കെ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഈ ഒരു സിനിമേൻ്റെ ട്രെയിലർ നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. കാരണം വേറൊന്നുമല്ല, എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഈ ഒരു സിനിമ ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ ഹാർഡ് ഡിസ്കും കാര്യങ്ങൾ എന്തൊക്കെയോ കളഞ്ഞു പോയെന്നോ, ഈ സിനിമേൻ്റെ ഫയൽ ആരൊക്കെ അടിച്ചുകൊണ്ട് പോയെന്നോ എന്നൊക്കെ രീതിയിൽ കുറേ റൂമേഴ്സൊക്കെ പുറത്തു, റൂമേഴ്സ് ആണെന്ന് അറിയില്ല, അവർ തന്നെയാണ് ഒഫീഷ്യലായിട്ട് ഇട്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ അങ്ങനെ വന്നപ്പോൾ ഈ ഓൾമോസ്റ്റ് നമ്മളെ ലാലേട്ട ഫാൻസ് എല്ലാവർക്കും സന്തോഷമായിരുന്നു. കാരണം ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ, അതായത് ഭയങ്കര വലിയ ഹൈപ്പിൽ വന്നൊരു ലാലേട്ട ചിത്രമായിരുന്നു മരക്കാറ്. ഒരു പഴയകാല എപ്പിക്കൽ മൂവിയായിരുന്നു മരക്കാറ്. പക്ഷെ അത് വന്നിട്ട് 8ഉം 12 നിലയിൽ പോയി. സോ എന്തായാലും ഈ ഒരു സിനിമയിൽ എല്ലാവർക്കും ആ ഒരു പേടിയുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ പുറത്തു വന്നേക്കാണ്. പക്ഷേ നമുക്ക് ആ ട്രെയിലർ കണ്ടിട്ട് ഒന്ന് തീരുമാനിക്കാം, പേടിക്കണോ അതോ ഹൈപ്പ് വെക്കണമെന്ന്. സോ എന്നാലും നമുക്ക് ഫസ്റ്റിൻ്റെ ട്രെയിലർ ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ബെറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ, പ്രവാസമൊക്കെ ഉണ്ട് പ്രധാന വേഷത്തിൽ. ഓ, ഏത് സിനിമയിൽ എനിക്ക് വേണോടോ പ്രധാന വേഷം? അക്ഷയ് കുമാർ. കൊള്ളാലോ. ഇവിടേക്ക് കൊണ്ടുവരും. ആ തിന്നൻ സാധാരണക്കാരനല്ല, അവനെ താണ്ടി വായുലിംഗത്തിനടുത്തെത്തുന്നതാണ്. ദുഷ്ടന്മാരുടെ ദൃഷ്ടിപ്പെട്ടിട്ടുണ്ട്. ഈ വായുലിംഗ രഹസ്യം സംരക്ഷിക്കാൻ എന്റെ പ്രാണനാൽ ഉറപ്പ് നൽകുന്നു. ഓ, ഇനി ഒരു കുഞ്ഞിന് പോലും ഈ ഗ്രാമത്തിൽ അപകടം സംഭവിക്കില്ല. ഇതെന്റെ വാക്ക്, തിന്നന്റെ വാക്ക്. ഓ, ഡബിങ് ഒരു ഹൈപ്പില്ലാട്ടാ, അല്ല ഒരു സുഖമില്ലാട്ടാ. ശിവനെ കല്ലെന്ന് പറയുന്നു. ആ, ബാഹുബലി എന്ന് പറയാതെ വേറെന്ത് പറയാനാ? പറയുന്നത് കേൾക്കാത്ത ആളുകളോട് പറഞ്ഞിട്ട് എന്താണ് നായകൻ? ദൈവത്തെ ധിക്കരിക്കുന്നവർക്കും മുതിർന്നവരുടെ വാക്കിന് വില കൊടുക്കാത്തവർക്കും ഈ നാട്ടിൽ സ്ഥാനമില്ല. സത്യത്തിൽ ഈ കല്ല് കൊണ്ട് കളഞ്ഞാൽ നിന്റെ ഭ്രാന്ത് മാറും. ഇതൊരു കുത്തിക്കുറിപ്പെന്ന് പറയല്ലേ? നടി എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരാൾ അങ്ങയുടെ നല്ല ഭക്തനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ദേവിയെ പോലെ ഞാനും ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓഹോ, ലാലേട്ട എവിടെ? ലാലേട്ട എവിടെ? രുദ്ര, ആരാ നീ? എന്തോ വലിയ സ്റ്റോറിയാണെന്ന് തോന്നണം. എന്നേക്കാൾ വലിയ ശോഭത്തനം ഈ സൃഷ്ടിയിലുണ്ടാവില്ല. എന്തൊക്കെ ഞാൻ കരുതിയിരുന്നത്. നീയും നിന്റെ ദൈവവും കൂട്ടുകള്ളന്മാർ തന്നെ. ശിവ എന്ന് നീ മനസ്സുരുകി വിളിക്കേ. അത് ഈ ജന്മത്തെ നടക്കില്ല. നീ അത്രയ്ക്ക് സാമർഥ്യശാലിയോ? അസ്ത്രവിദ്യയിൽ നിന്നേക്കാൾ കേമനുണ്ടെന്നറിഞ്ഞ് സഹിക്കാൻ കഴിയാതെ അവന്റെ തള്ളവിരൽ ഛേദിപ്പിച്ചത് നീയല്ലേ? പൊയ്ക്കോളൂ ഇവിടുന്ന്, വേഗം പൊയ്ക്കോ. ഇനി ഞാൻ നിന്നെ വിട്ടു പോവില്ല. ഇതെന്റെ വാക്ക്, തിന്നന്റെ വാക്ക്. കണ്ണില് ഗ്ലിസറിന് വിഷയമാണെന്ന് മനസ്സിലാവത്തേ ഇല്ല കേട്ടോ, അത്ര റിയാലിറ്റി. കഴുത്തിൽ തന്നെയാടാ, ലൈറ്റാണോ? എടാ എന്താണ് ഇതൊക്കെ? അച്ഛി, ഞാൻ ഒട്ടും ഞാൻ ഒരുപാടങ്ങ് പ്രതീക്ഷിച്ച് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. സത്യം പറയാലോ, എനിക്ക് അങ്ങോട്ട് ഒരു ദഹിച്ചിട്ടില്ല. ഓ, വലിയ ഒന്ന് ഒരുപാട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ നമ്മളൊരുമാതിരി മറ്റേ മാഷപ്പൊക്കെ കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയോ അങ്ങ് കാണിച്ചേക്കണം. അതാണ് ഇതിൻ്റെ അവസ്ഥ. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാത്തോ. ഇനി അടുത്ത ബോംബും കൊണ്ടാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ലാലേട്ടനൊക്കെ ഒരു വേഷത്തിലുണ്ട്. ഓ, തുടരും. പിന്നെ അതിനു മുമ്പ് ലൂസിഫർ, എമ്പുരാൻ. എങ്ങോട്ടാണ് എന്തോ പോണത്? മലക്കോട്ടെ വാലിബനൊക്കെ ഓർമ്മ പറഞ്ഞു. അല്ല മലക്കോട്ടെ വാലിബനല്ല, അറബിക്കടലിലെ സിംഹം. ഇതെന്തൊരാവോ എന്തോ. സോ എന്തായാലും പ്രവാസി
എനിക്കൊന്നും പറയാനില്ല ഗൈസ്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് നിങ്ങൾ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.